കഴിഞ്ഞ 4 വർഷമായി എഗ്ഗർ നഴ്സറി നടത്തിവരുന്ന റെജി തോമസിൻ്റെയും പത്നി ആലീസിൻ്റെയും വിജയകഥയാണ് ഇന്നത്തെ കൃഷിദർശൻ്റെ വിഷയം. പത്തനംതിട്ട ജില്ലയിലെ ഏനാത്തിനടുത്ത് കളമലയിലാണ് റെജി ആലീസ് ദമ്പതിമാരുടെ വത്സലഗിരി എഗ്ഗർ നഴ്സറി ഫാം. 2012-2013 വർഷത്തെ ഏറ്റവും മികച്ച നഴ്സറിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഈ ഫാമിനാണ്. തൻ്റെ പുരയിടത്തിന് ചുറ്റുമായി 30 സെന്റോളം സ്ഥലത്താണ് കോഴിക്കൂടുകൾ ഒരുക്കിയിരിക്കുന്നത്. ആസൂത്രണവും കഠിനാധ്വാനവുമാണ് റെജിയുടെ വിജയമന്ത്രം. 4 വർഷം മുമ്പ് എളിയ തോതിൽ ആരംഭിച്ച നഴ്സറി ഇന്ന് കാണുന്ന രീതിയിൽ വിപുലമായത് പടിപടിയായുള്ള വികസനത്തിലൂടെയാണ്. 500 കോഴികളെ വെച്ചാണ് ഫാം തുടങ്ങുന്നത്. ഇപ്പോൾ കാണുന്ന ഷെഡുകളെല്ലാം പല സമയത്തായി ഉയർത്തിക്കൊണ്ടുവന്നവയാണ്. എഗ്ഗർ നഴ്സറി എന്ന് പറയുന്ന ഒരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾ കോഴിയെ വളർത്തുമായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു എഗ്ഗർ നഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമേ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ ആദ്യം ഒരു 500 കോഴിയെ വളർത്തത്തക്ക രീതിയിൽ ചെറിയൊരു ഷെഡ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കോഴി വളർത്തൽ തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പായിട്ടാണ് ബാക്കിയുള്ള ഈ ഷെഡുകളെല്ലാം ഉണ്ടാക്കിയത്. ചെങ്ങന്നൂരിലെ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നാണ് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നഴ്സറിയിൽ കൊണ്ടുവരുന്നത്. ഇവയെയാണ് വളർത്തി വലുതാക്കി 46-ാം ദിവസം മുതൽ വിൽപ്പന ആരംഭിക്കുന്നത്. ഇതിനായി ആദ്യമേ തന്നെ റെജിയും വീട്ടുകാരി ആലീസും എഗ്ഗർ നഴ്സറി നടത്തിപ്പിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക പരിശീലനം നേടിയിരുന്നു. വിഷയ പരിജ്ഞാനത്തിന്റെ മേന്മ ഫാമിന്റെ നടത്തിപ്പിലും പ്രതിഫലിക്കുന്നുണ്ട്. വൃത്തിയും വെടിപ്പുമുള്ള പരിസരം, നല്ല വായു സഞ്ചാരവും പ്രകാശവുമുള്ള അണുവിമുക്തമായ അകം, മികച്ച മാലിന്യ സംസ്കരണ സംവിധാനം, ഇങ്ങനെ നിരവധിയാണ് വത്സലഗിരി ഫാമിനെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങൾ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷെഡ് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെങ്ങന്നൂർ ട്രെയിനിങ്ങിന് പോയി. ഞങ്ങൾ 2 പേരും ട്രെയിനിങ്ങിന് പോയി. 2 പേരും ട്രെയിനിങ്ങിന് പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 500 കോഴിയുടെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. താൻ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയെക്കുറിച്ച് കൃത്യമായ അറിവുകളുടെ ഉടമയാണ് റെജി. നേരത്തെ തന്നെ ലഭിച്ച പരിശീലനം ഇക്കാര്യത്തിൽ റെജിക്ക് കൂട്ടാകുന്നു. കൂടിൻ്റെ നിർമ്മാണവും അളവുകളും മുതൽ വാക്സിനേഷനും മാലിന്യ സംസ്കരണവും വരെ ഏത് കാര്യത്തെക്കുറിച്ചും നല്ല അറിവ് ഈ സംരംഭകന് കൈമുതലായുണ്ട്. കൂട്ടിലും പരിസരങ്ങളിലും ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളിലുമുണ്ട് പ്രത്യേകതകൾ. കൂടുകളിലെല്ലാം തന്നെ FM റേഡിയോ സജ്ജീകരിച്ചിരിക്കുന്നു. സംഗീതം കേൾപ്പിക്കുന്നത് കോഴികളിലെ അക്രമവാസന കുറയ്ക്കാൻ ഉപകരിക്കുമെന്ന് റെജി കണ്ടെത്തി. തമ്മിൽ കൊത്തുന്നത് വഴിയുള്ള നഷ്ടം ഇങ്ങനെ കുറയ്ക്കുന്നു. വേറെയുമുണ്ട് വത്സലഗിരിയിൽ കൗതുക കാഴ്ച. ഇതാ അതിലളിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോർ ക്ലോസർ. കൂടുണ്ടാക്കുന്നുണ്ടേ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് ഹൈറ്റ് ഒരു 7 അടിയെങ്കിലും ഉണ്ടാകണം സൈഡിലത്ത്. ബാക്കി എന്ന് വെച്ചാൽ തറനിരപ്പിൽ നിന്ന് നമ്മൾ ഇഷ്ടിക കിട്ടുന്നത് ഒരു 3 കട്ടയുടെ ഉയരം, വെള്ളം അകത്തോട്ട് വീഴാതിരിക്കും. അതുപോലെ തന്നെ ഷെഡിൻ്റെ ഇറക്ക് ഒരു 2.5 അടി എങ്കിലും വേണം. കാരണം ഈ വെള്ളം
ഒരു രീതിയിലും ഉള്ളിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിൽ. അതുപോലെ തന്നെ ഷെഡ് സാധാരണ ആരും ഇതേപോലെ ക്ലിയറായിട്ട് ചെയ്യത്തില്ല. കാരണം ഇതിനകത്തൊക്കെ തേച്ചിട്ടുണ്ട്, ഫുള്ള് തേച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുമ്മായം അടിച്ചിരിക്കുക. നമ്മൾ ഓരോ ബാച്ച് കോഴി മാറുമ്പോഴും വീണ്ടും ഇതിനകത്ത് കുമ്മായം അടിച്ച് ഒരാഴ്ച ഇടും. ഇട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത ബാച്ച് ഇടുന്നത്. കാരണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുമ്മായം അടിക്കുന്നതോടുകൂടി നശിച്ചു വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എപ്പോഴും കൂടിനകത്ത് എപ്പോഴും ഉണങ്ങിയ പൊടിയായിരിക്കണം. നനവ് എപ്പോൾ കണ്ടാലും അപ്പോഴേ ആ ലിറ്റർ മാറ്റണം. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്ന് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാണ് വളർത്തുന്നത്. ആദ്യമായി ഇവയെ ബ്രൂഡിംഗ് ചേംബറിൽ കൃത്രിമ പ്രകാശവും ചൂടും നൽകി വളർത്തുന്നു. ഇക്കാലത്ത് സ്റ്റാർട്ടർ ഫീഡ് നൽകുന്നു. വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഇവയുടെ കൂട് മാറ്റുന്നു. ഇവിടെ നിന്ന് 46 ദിവസത്തെ വളർച്ചയെത്തിയ മുട്ടക്കോഴികളെ കർഷകർക്ക് വിൽക്കുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളാണ് വിൽപ്പനയുടെ സീസൺ. കൊട്ടാരക്കരയിലും കടമ്പനാടും ഫാമുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. കോഴിക്ക് 5 രൂപയാണ് വാടക ഇനത്തിൽ നൽകുന്നത്. ഒരു ദിവസമായ കുഞ്ഞിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു ദിവസമായ കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മൾ ബ്രൂഡിങ്ങിന് വേണ്ടി പ്രത്യേക ഷെഡുണ്ട്, അതിനകത്തിട്ടിട്ട് ഇട്ട് നമ്മൾ ചൂട് കൊടുക്കും. ഒരു കോഴിക്ക് ഓരോ വാട്ട്സ് കറണ്ടിൻ്റെ ചൂട് വേണം. ആ ചൂട് 21 ദിവസം വരെ അത് ചൂട് വേണം. അതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്ക് 2 ദിവസം കൂടെ ചൂട് കൂട്ടിക്കൊടുക്കും. അതായത് അതിൻ്റെ വളർച്ചയിൽ ഉള്ള വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ 2 ദിവസം കൂടെ ചൂട് കൂട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ വരും എന്ന് പറഞ്ഞാൽ തന്നെ ഗ്ലൂക്കോസ് കൊടുക്കും. പിന്നെ ഒരു 2ാമത്തെ ദിവസം നമ്മളൊരു ആൻറ്റിബയോട്ടിക് ചെറിയ തോതിൽ കൊടുക്കും. ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം വൈറ്റമിൻസ് കൂടെ കൊടുക്കും. വിമറാൾ പോലുള്ള വൈറ്റമിൻസും കൂടെ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 1-നും 7-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ RDF1 എന്ന് പറയുന്ന വാക്സിന് ഒരു കണ്ണിലും ഒരു മൂക്കിലും ഒഴിച്ചു കൊടുക്കും. ഈ വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 2 ദിവസം വൈറ്റമിൻസ് കൊടുക്കും. ഓരോ വാക്സിനും കഴിയുമ്പോൾ 2 ദിവസം വൈറ്റമിൻസ് കൊടുക്കണം. ആരോഗ്യമായിട്ട് ഓടിച്ചാടി കോഴി നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് കൂടെ ചെല്ലണം. അതുപോലെ തന്നെ 14ാമത്തെ ദിവസം ഒരു വാക്സിനുണ്ട്, IBD. അത് നമ്മൾ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. വെള്ളത്തിൽ IBD കൊടുക്കുന്നു. എന്നിട്ട് 2 ദിവസം വൈറ്റമിൻസ് കൊടുക്കുന്നു. വീണ്ടും 28ാമത്തെ ദിവസം അടുത്ത IBD. ഈ കൊടുത്ത IBD ഒന്ന് ബൂസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി വീണ്ടും രണ്ടാമതൊന്നുകൂടെ 28ാമത്തെ ദിവസം IBD കൊടുക്കും. അതും നമ്മൾ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 36ാമത്തെ ദിവസം ഡീവാമിങ്, അതായത് ഇതിൻ്റെ വിര ഇളക്കാൻ വേണ്ടിയുള്ള മരുന്ന്, ആൽബൻഡേസോളോ അങ്ങനെയുള്ള മരുന്ന് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് 42ാമത്തെ ദിവസവും 43ാമത്തെ ദിവസവും RDVK ഇഞ്ചക്ഷൻ, ചിറകിനടിയിലുള്ള ഇഞ്ചക്ഷനാണത്. അതെടുത്തിട്ട് 2 ദിവസം വീണ്ടും വൈറ്റമിൻസ് കൊടുത്തതിന് ശേഷമേ നമ്മൾ 46ാമത്തെ ദിവസമേ കോഴിയെ കൊടുത്തു തുടങ്ങത്തുള്ളൂ. ശുചിത്വത്തിനും രോഗപ്രതിരോധ നടപടികൾക്കും ഉന്നത പരിഗണനയാണ് നഴ്സറിയിൽ നൽകിയിരിക്കുന്നത്. നല്ല കാറ്റും വെളിച്ചവും കയറുന്ന അറകളിലാണ് കൂടുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. തറയിൽ അറക്കപ്പൊടി വിതറിയിരിക്കുന്നു. കോഴിക്കാഷ്ടവും മാലിന്യങ്ങളും അടിക്കടി നീക്കം ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെയും
വളരുന്ന കോഴികളെയും മുട്ടക്കോഴികളെയും ഇറച്ചിക്കായുള്ള കോഴികളെയും എല്ലാം പാർപ്പിക്കാൻ വേറെ വേറെ കൂടുകളുമുണ്ട്. കൃത്യസമയത്ത് കൃത്യ അളവിലും ഗുണനിലവാരത്തിലുമുള്ള തീറ്റ നൽകുന്നു. വെള്ളം യഥേഷ്ടം കിട്ടുന്നതിനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഭക്ഷണത്തോടൊപ്പം വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണങ്ങളും നൽകുന്നു. കോഴികൾക്ക് കൃത്യമായ കാലയളവുകളിൽ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകുന്നുണ്ട്. റജിയും സഹധർമ്മിണി ആലിസും ഇതിൽ പരിശീലനം നേടിയ വിദഗ്ധരാണ്. നഴ്സറിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്രിഡ്ജിനകത്താണ് വാക്സിനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് വിവിധ സമയങ്ങളിൽ കുത്തിവയ്പ് ആവശ്യത്തിനുള്ള വാക്സിൻ ലഭ്യമാകുന്നത്. കോഴി വളർത്തലിൽ പുലർത്തിവരുന്ന ശാസ്ത്രീയ സമീപനം രോഗബാധ മൂലമുണ്ടാകുന്ന നഷ്ടത്തിൽ നിന്നും ഫാമിനെ പിടിച്ചു നിർത്തുന്നതിന് സഹായകമായ ഘടകമാണ്. നഴ്സറിയിൽ നിന്നുള്ള കോഴിക്കാഷ്ടം മുഴുവനും കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് റജി നടത്തുന്ന വാഴ, കപ്പ, ചേന കൃഷിക്ക് ഫാമിൽ നിന്നുള്ള കോഴിക്കാഷ്ടമാണ് മുഖ്യ വളം. കൂടാതെ റബ്ബറിന് ഇടവിളയായി ഇഞ്ചിയും കദളിവാഴയും കൃഷി ചെയ്യുന്നുണ്ട്. കമുകും റജിയുടെ കൃഷിയിടത്തിൽ നന്നായി വളരുന്നു. ഇങ്ങനെ കോഴി വളർത്തലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൃഷികാര്യങ്ങൾ കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നിടത്ത് റജിയിലെ കഠിനാധ്വാനിയായ കർഷകനെ നാം തിരിച്ചറിയുന്നു. ഇതിനെല്ലാം പുറമെ റബ്ബർ തോട്ടത്തിൽ തേനീച്ച വളർത്തലിനുള്ള സാധ്യതകളും പരീക്ഷിക്കുന്നുണ്ട്. തോട്ടത്തിനരികിലുള്ള ഫാം ഷെഡിന്റെ മതിലിനോട് ചേർന്ന് തേനീച്ച പെട്ടികൾ സജ്ജീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി-മാർച്ച് സീസണിൽ ഫാം കൈവരിച്ചത് റെക്കോർഡ് നേട്ടമാണ്. ഈ കാലയളവിൽ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലേക്കാണ് കോഴികളെ സപ്ലൈ ചെയ്തത്. എന്നാൽ നാളിതുവരെ ഫാം തുടങ്ങുന്നതിനോ വികസനത്തിനുമായി കടമൊന്നും എടുത്തിട്ടില്ലെന്നും റജി ആത്മവിശ്വാസത്തോട് പറയുന്നു. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണി കണ്ടെത്താൻ വളരെ പാടായിരുന്നു. നമ്മൾ വീടുകളിൽ പോയിട്ട് ഓർഡർ എടുത്ത് ആ പറയുന്ന ഡേറ്റിൽ അവിടെ സപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ആദ്യമൊക്കെ സെയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അന്നൊന്നും പഞ്ചായത്തിൻ്റെ സപ്ലൈയോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് കൊടുത്ത കോഴികൾ മെച്ചമായതുകൊണ്ടും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തതുകൊണ്ട് അവരിൽ നിന്നാണ് ഇപ്പോൾ സെയിൽ കൂടുതലും വരുന്നത്. അതായത് അവരുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ അവർക്ക് തന്നെ വീണ്ടും കോഴി ആവശ്യമുണ്ടെങ്കിൽ അവർ അങ്ങനെ വന്ന് കോഴിയെ വാങ്ങിക്കുകയാണ്. അതുപോലെ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. അതായത് പഞ്ചായത്തിൻ്റെ സപ്ലൈ ഉണ്ടാവും, അതുപോലെ തന്നെ മൃഗാശുപത്രി വഴിയും ഒക്കെ കോഴിയുടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ MLA-മാരുടെ ഒരു പദ്ധതിയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തൊട്ടാണ് തുടങ്ങി, നിറവിൽ എന്നും പറഞ്ഞിട്ട് ഒരു പദ്ധതി. അതിലും ഒരു ജില്ലയിൽ ഒരു MLA-ക്ക്, അതായത് ഒരു അസംബ്ലി മണ്ഡലത്തിൽ 2 പഞ്ചായത്തിന് വീതം കോഴിയെ കൊടുക്കണം. ഒരിടത്ത് 16,000 കോഴിയെ വരെ കൊടുത്ത്. ഇവിടെ ഈ പട്ടാഴി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 16,000 കോഴി ഉണ്ടായിരുന്നു. ചെറുകിട കോഴി വളർത്തൽക്കാർക്ക് ആവശ്യമായ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത കൂടുകളും റജി വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു.
5, 7, 10 എന്നിങ്ങനെ വ്യത്യസ്ത എണ്ണം കോഴികൾക്ക് യോജിച്ച കൂടുകൾ ഇവിടെ ലഭ്യമാണ്. ഇത് നമ്മൾ ഡെമോൺസ്ട്രേഷന് വേണ്ടി വെച്ചിരിക്കുന്ന കൂടാണ്. ഇത് കാണിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഓർഡർ എടുക്കുന്നത്, കൂടിന് വേണ്ടിയുള്ള ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രൈക്കകത്ത് തീറ്റിയിട്ട് കൊടുത്ത് ഇതിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ വെള്ളം ഈ നിപ്പിൾ ഡ്രിങ്കർ വഴി കൊത്തി കുടിച്ചോളും. അതുപോലെ തന്നെ ഇതിനകത്ത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട അഴുക്കാവുമൊന്നുമില്ല, നേരെ ഫ്രണ്ടിൽ ഇതിൽ എത്തും. അതുപോലെ കോഴി ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. വീട്ടുകാർക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഈ കൂട് നമ്മൾ പല സൈസിൽ കിട്ടും. ഇത് 5ൻ്റെ കൂടാണിത്. 5ൻ്റെ കൂടുണ്ട്. 5 കോഴി ഇടാവുന്നതും 7 കോഴി ഇടാവുന്നതും 10 കോഴി ഇടാവുന്നതും അതുതൊട്ട് മുകളിലോട്ട് എത്ര കോഴിയെ വേണമെങ്കിലും ഇടത്തക്കണക്കുള്ള ലാർജ് സ്കെയിലിൽ നമ്മൾ കോഴിയെ വളർത്തുമ്പോഴും ഇതിൽ വളർത്തത്തക്ക രീതിയിലുള്ള കൂടുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ വേസ്റ്റ് നമുക്ക് ഈ ഡ്രോയ്ക്കകത്ത് ശേഖരിച്ചതിന് ശേഷം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഫാമിന്റെ നടത്തിപ്പിൽ കുടുംബാംഗങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും സഹകരണവുമുണ്ട്. റെജിയുടെ പത്നി ആലീസും മക്കളും പിതാവും ഭാര്യ മാതാവുമെല്ലാം തങ്ങളുടെ പങ്ക് നിർവഹിക്കുന്നു. ഈ കൂട്ടായ്മയാണ് തൻ്റെ കഠിന പരിശ്രമങ്ങൾക്ക് പിൻബലവും പ്രചോദനവുമെന്ന് റെജി പറയുന്നു. ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാഫൊന്നുമില്ല. ഒരാളുടെ ഇവിടുത്തെ അത്യാവശ്യ പണികൾ ഈ കാഷ്ടന്മാർ അങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള പണി വരുന്ന പറഞ്ഞാൽ ആളെ വിളിക്കുകയാണ്. അല്ലാതെ നമുക്ക് സീസൺ സമയത്ത് ഒരു 3 പേര് സ്ഥിരം പണിക്കായിട്ടുണ്ട്. അവരിപ്പോൾ നാട്ടിലേക്ക് പോയി. ഇപ്പം ഞങ്ങൾ തന്നെയാണ് ഇത് കംപ്ലീറ്റ് നോക്കുന്നത്. രാവിലെ സ്കൂളിൽ കുട്ടികളെ വിട്ടതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടെ കോഴിക്ക് തീറ്റയും ഇതെല്ലാം വാക്സിനൊക്കെ കൊടുക്കുന്നത്. റെജി ഇന്ന് സന്തുഷ്ടനാണ്. തൻ്റെ പരിശ്രമം ഫലപ്രാപ്തിയിൽ എത്തിച്ചതിൽ മാത്രമല്ല, തൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ അനന്തര തലമുറയെ കൂടി പ്രാപ്തരാക്കാൻ കഴിഞ്ഞതിൻ്റെയും ചാരിതാർത്ഥ്യം റെജിക്കും ആലീസിനും സ്വന്തം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലി ആയല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? ശിവപുരി ഗ്രാമത്തിലെ സന്യാസിതൻ ദിവ്യത്വം അപാരം. നാട്ടിലെ സംസാരം ഏവരുടെയും തലവിധി തിരുത്തുന്നവൻ സ്വാമി. കൃഷി ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാൽ വിളകൾ കുമിഞ്ഞുകൂടും.
എന്നാൽ ഒരു നാൾ സന്യാസിതൻ രഹസ്യം പരസ്യമായി. കിസാൻ കോൾ സെന്ററിൽ നിന്നാണ് അറിഞ്ഞിരുന്നത് അദ്ദേഹം ഉന്നത കൃഷിക്കുള്ള കാര്യങ്ങൾ. കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും കിസാൻ കോൾ സെന്ററിലെ കൃഷി വിദഗ്ധന്റെ ഉപദേശം തേടും. ഉടൻ അപ്പോൾ തന്നെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും സൗജന്യ നമ്പറിൽ വിളിക്കൂ 1800 1551. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക സർവകലാശാലയിൽ 12 പുതിയ വിള ഇനങ്ങൾ. പച്ചക്കറി കൃഷി ക്ലസ്റ്ററുകൾക്ക് ധനസഹായം. കർഷക രജിസ്ട്രേഷൻ തീയതി നീട്ടി. വാർത്തകൾ വിശദമായി. കേരള കാർഷിക സർവകലാശാല 12 പുതിയ കാർഷിക വിള ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തു. നെല്ല്, തെങ്ങ്, ഇഞ്ചി, പടവലം, പച്ചമുളക്, അശോകം, കാലിത്തീറ്റ പയർ, ചതുരപ്പയർ എന്നിവയുടെ ഓരോ ഇനവും തക്കാളിയുടെയും കുരുമുളകിന്റെയും 2 ഇനങ്ങളുമാണ് പുറത്തിറക്കിയത്. ഉപ്പ് രസം പ്രതിരോധിക്കുന്ന 7-3 നെല്ല്, ഇളനീരിന് യോജിച്ച ഉയരം കുറഞ്ഞ തെങ്ങിനമായ കേരമധുര, ദുരിതവാട്ടം, വരൾച്ച എന്നിവ പ്രതിരോധിക്കാൻ കഴിവുള്ള പന്നിയൂർ 8 കുരുമുളകും, വലിപ്പമുള്ള മണികളുള്ള വിജയ് കുരുമുളകും, വലിപ്പമുള്ള പഴങ്ങളുള്ള മനുലക്ഷ്മി തക്കാളി, ഹരിതശ്രീ എന്ന പച്ചപ്പടവലം, അക്ഷയ എന്ന തക്കാളി, അശോകത്തിന്റെ പുതിയ ഇനമായ അശ്വതി എന്ന ഇഞ്ചി, വെള്ളായണി തേജസ് എന്ന എരിവേറിയ മുളകിനം, പ്രോട്ടീൻ സമ്പുഷ്ട കാലിത്തീറ്റ പയറായ ഐശ്വര്യ, ചതുരപ്പയറായ സുരഭി എന്നീ ഇനങ്ങളാണ് വികസിപ്പിച്ചെടുത്തുള്ളത്. മലപ്പുറം ജില്ലയിൽ വനിതാ സംഘങ്ങൾക്ക് പശു വളർത്തലിലൂടെ ആദായമുണ്ടാക്കാൻ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നു. അംഗീകൃത സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾക്ക് ധനസഹായം ലഭിക്കും. ആദ്യഘട്ടത്തിൽ 11 സംഘങ്ങളെ തിരഞ്ഞെടുക്കും. സംഘത്തിന് 5 പശുക്കളെ വാങ്ങുന്നതിന് 75,000 രൂപ നൽകും. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന വകുപ്പ് ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിധവ, BPL വിഭാഗം, ക്ഷീര സഹകരണ സംഘങ്ങളിൽ പാൽ അളക്കുന്നവർ, നിലവിൽ പശു വളർത്തുന്നവർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. താൽപ്പര്യമുള്ള വനിതാ സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം തിരൂരങ്ങാടി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0494 246 2211. പച്ചക്കറി കൃഷിയിൽ കൂട്ടായ്മ പ്രോത്സാഹിപ്പിക്കാൻ 5 ഹെക്ടർ വീതം വരുന്ന 2490 ക്ലസ്റ്ററുകൾ മുഖേന കൃഷിവകുപ്പ് 12,480 ഹെക്ടർ സ്ഥലത്ത് ഈ വർഷം പച്ചക്കറി കൃഷി നടത്തും. ഹെക്ടർ ഒന്നിന് 15,000 രൂപ നിരക്കിൽ 1,867.5 ലക്ഷം രൂപ ഈ വർഷം ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. ക്ലസ്റ്ററുകൾക്ക് പമ്പ് സെറ്റ് വാങ്ങാൻ 50% സബ്സിഡി നിരക്കിൽ പരമാവധി 10,000 രൂപയും സസ്യ സംരക്ഷണ ഉപകരണങ്ങൾക്ക് 1,500 രൂപയും സഹായം നൽകും. 1,720 പമ്പ് സെറ്റുകൾക്കും 1000 സസ്യ സംരക്ഷണ ഉപകരണങ്ങൾക്കും ഇപ്രകാരം സഹായം നൽകും. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പൗൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാട വളർത്തലിൽ ശാസ്ത്രീയ പരിശീലനം നൽകുന്നു. പരിശീലനം സൗജന്യമാണ്. പരിശീലന ശേഷം സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479 245 2277. കൃഷിവകുപ്പ് പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കൃഷിഭവനുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വരെ നീട്ടി. പേര് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത കർഷകർ കൃഷിഭവനിൽ ഉടൻ തന്നെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൊല്ലം പരവൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനമായ ഓഗസ്റ്റ് 17 കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടക്കും. വിവിധ കൃഷി ഇനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കർഷകരെയാണ് ആദരിക്കുക. നഗരസഭയുടെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടിയിൽ തിരഞ്ഞെടുക്കാൻ അർഹരായ കർഷകർ അവരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ഈ മാസം 12-ാം തീയതിക്ക് മുമ്പ് നഗരസഭാ ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ക്ഷീര കർഷക ക്ഷേമനിധിയുടെ പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ ഈ വർഷം ഏപ്രിൽ മാസം സമർപ്പിക്കുവാനുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ അടുത്ത ഉള്ള ക്ഷീരവികസന ഓഫീസർ മുഖാന്തരം ഉടനെ സമർപ്പിക്കണമെന്ന് ക്ഷേമനിധിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ ഗ്രാമപഞ്ചായത്തിൽ മത്സ്യകൃഷിക്ക് താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9745 644452.
എറണാകുളം കോലഞ്ചേരി ഐക്കരനാട് കൃഷിഭവന്റെ പരിധിയിൽ നെല്ല്, ഏത്തവാഴ, പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ കൃഷി ചെയ്ത കർഷകർക്ക് ആനുകൂല്യത്തിനായി ഉടൻ അപേക്ഷിക്കേണ്ടതാണ്. പഞ്ചായത്തിലെ 6, 7, 8, 9 വാർഡുകളിൽപ്പെട്ട കേര കർഷകർ കേരശ്രീ പദ്ധതി ആനുകൂല്യത്തിനായി അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. അടുത്തതായി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 19,450 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 19,050 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 7,000 രൂപ, കൊപ്ര ക്വിൻ്റലിന് 4,850 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 41,000 രൂപ, ജാതിക്ക തൊണ്ടോടുകൂടിയത് കിലോയ്ക്ക് 250, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 425 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 41,000 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 39,000 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 38,500 രൂപ, വയനാടൻ കുരുമുളക് 39,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 4,950 രൂപ, തളിപ്പറമ്പ് 4,600 രൂപ, കാസർഗോഡ് 4,400 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ 7,600 രൂപ, കോട്ടയം 7,400 രൂപ, ആലപ്പുഴ 7,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.1, 22.5, കൊച്ചി 30.6, 21, ആലപ്പുഴ 25, 22.3, പുനലൂർ 26.4, 22, തിരുവനന്തപുരം 25.5, 21.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.